എന്നാലും ആരല്ല 10 മണിക്ക് അവള് പറഞ്ഞ അവരുന്ന എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അവളെ അന്നേരേ സംശയം ഉണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ടോ ഇനി മറ്റേ ലവനായിരിക്കും. അവനൊന്നും നീ അവനൊന്നും വിളിച്ച. ഹലോ, നിനക്ക് രാത്രി 10 മണിക്ക് എന്ത് പരിപാടി? ഫുഡ് അടിയായിരുന്നു മെയിൻ പരിപാടി. അത് കഴിഞ്ഞ് അതല്ല, റീത്തയുടെ ഒരു ഫ്രണ്ട് കാണാൻ വരുന്നെന്ന്. ഒരവൻ. ഞാനും നീ അല്ലാതെ ഇനി മൂന്നാമത് ഒരുത്തനാ. എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അവൻ ഇനി ഇടിച്ചു ഉറക്കം ഞാൻ. കാര്യം ചെയ്യ്, നേരെ ആ ജംഗ്ഷനിലോട്ട് വാ. ഇന്ന് നമുക്ക് അവനെ തിരുവി എടുക്കാം. ഞാൻ താത്തി. നീ വാ. വേഗം. ഞാൻ അങ്ങോട്ടുമില്ല. ഞാൻ ഇവിടെ തന്നെ. നേരം വെളുക്കണം. എത്ര മണിയായി വരാനുള്ള സമയം? എന്തിനുണ്ടാക്കാൻ ഞാൻ ഇറങ്ങി വന്ന കണ്ണാടി വെച്ച് തിണ്ടി വിഷ്ണു, റീത്തക്ക് ഒരുപാട് ബുക്ക് കൊടുക്കാറുണ്ടല്ലേ? ഇടയ്ക്കൊക്കെ. നിന്റെ അച്ഛന്റെ ലൈബ്രറിയാ? റീത്തയുടെ ഫ്രണ്ട്സ് ആണല്ലേ? ഇതാ ജോ. ഹായ്. ഞാൻ മൂസ. ഓ, ബ്രോയുടെ പേരെന്താ? ഫ്രെഡി. ഷട്ടി. അല്ല, ഫ്രെഡി. FREDDY. നല്ല തൊലിഞ്ഞ പേര്. റീത്തേട്ടെന്താ? റീത്തേന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അടുത്ത ഫ്രണ്ട് എന്ന് പറയുമ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. റീത്തെ പോലെ ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കണ്ണിൽ ഇത്രയും വലിയ കണ്ണാടി ഉണ്ടായിട്ട് നീ കണ്ടിട്ടില്ലടാ. ബുക്കാടാ. ബുക്ക് തരാം. എന്നാ പിടി. കാശ് ഇവൻ നന്നായിട്ട് വായിക്കേ. നിനക്ക് ഒതളങ്ങ തരൂടാ, ഒതളങ്ങ. നിന്റെ കണ്ണാടി നിന്റെ കണ്ണാടി. ഇതേതിറക്കൻ കയ്യെടുക്ക. പോലീസുകാരുടെ അടുത്തോണ്ടോ കളിക്കണം? പോലീസുകാരുടെ അടുത്താണോ നീ കളിക്കുന്നത്? കളിക്കാ നീ? കയ്യറാ. നീ കൈ എടുക്കടാ. നീ ആദ്യം കൈവിടറാ. അതിന് നീ ഏതാ? നീ നിൽക്കുന്ന ഈ സ്ഥലവും ആ പുള്ളര് അവരെ കയ്യിരിക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിന് എന്താ നീക്കറ എന്റെ അണ്ടറല്ല. ആണല്ലേ? അതെല്ലോ.